എന്റെ കാര്യത്തിൽ ദൈവത്തിന് പോലും കൃപയില്ലേ എന്ന് ചിന്തിക്കുന്ന ചില ദൈവമക്കൾ ഈ മീറ്റിംഗിലുണ്ട്. ഞാൻ എത്ര നാളായി ഒരേ വിഷയത്തിന് വേണ്ടി ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഞാൻ ആരെ കൊണ്ടൊക്കെ പ്രാർത്ഥിപ്പിക്കുന്നു, ഞാൻ ദൈവശബ്ദം കേട്ടതാണ്, എനിക്ക് ദൈവം സ്വപ്നം കാണിച്ചതാണ്, ദർശനം തന്നതാണ്, അങ്ങനെ ഒത്തിരി കൺഫർമേഷനിൽ ഇരിക്കുന്ന ദൈവമക്കൾ ഈ മീറ്റിംഗിലുണ്ട്. ഞാൻ കണ്ടതൊക്കെ അപ്പോൾ എന്റെ മനസ്സിന്റെ ചിന്തകളാണോ, ദൈവം എന്നോട് പറഞ്ഞതല്ലേ എന്ന് സംശയിക്കുന്ന ദൈവമക്കൾ ഈ മീറ്റിംഗിലുണ്ട്. ഞാൻ ദൈവാത്മാവിന്റെ ദൈവത്തോട് താങ്കൾക്ക് കൈമാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവകൃപ പോലും പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ പ്രബലപ്പെട്ടു നിൽക്കുന്ന തിന്മയുടെ ശക്തികളെ, ഇരുളിന്റെ ശക്തികളെ സ്വർഗം തന്റെ സ്വർഗീയ കരത്താൽ, ബലമുള്ള ഭുജത്താൽ തകർത്തു മാറ്റി നിങ്ങളുടെ വാഗ്ദത്തത്തിലേക്ക്, നന്മയിലേക്ക്, കണ്ട ദർശനത്തിലേക്ക്, കേട്ട ദൈവ ശബ്ദത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു സീസൺ ഇവ തുറക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഈ മീറ്റിംഗിനകത്തുണ്ടെങ്കിൽ ദൈവാത്മാവിനോട് പ്രതികരിച്ചു തുടങ്ങിയാണ്ട്. ഇതൊരു മാനുഷിക ശബ്ദമല്ല, ഇത് മഴ കാത്ത് വേഴാമ്പൽ ഇരിക്കുന്നത് പോലെ ഒരു ദൈവ ശബ്ദത്തിന് കാത്തിരിക്കുന്ന ചിലരുടെ കൺഫർമേഷൻ മെസ്സേജാണ്. ഓ യേശുവിന്റെ നാമത്തിൽ തീ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ഭവനങ്ങൾക്കകത്ത് കത്തുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിന്റെ ശക്തി ചിലരെ തൊടുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മനദി ചില പട്ടണങ്ങളിലേക്കും ദേശങ്ങളിലേക്കും ഒഴുകുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ദേശത്തിൽ നടക്കേണ്ട ഒരു ഉണർവിനെ പോലും തടഞ്ഞു വെച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ആത്മാവിന്റെ തീ നാവുകൾ ഇറങ്ങി അതിനെ ദീപിച്ചു കളയുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ കൃപ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവർത്തന സജ്ജമാകാൻ അധിക സമയമൊന്നും വേണ്ട. ദൈവത്തിന്റെ കൃപ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഭയങ്കരമാകുന്ന വീര്യമുള്ള ഒന്നാണ്. ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ ജീവിതത്തിൽ വരാനായി ആഗ്രഹിക്കുക. ഈ ആരംഭ സമയം തന്നെ മടിയില്ലെങ്കിൽ ഒന്ന് താഴെ ടൈപ്പ് ചെയ്ത്, എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ, എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. ഞാൻ കുറച്ചധികമായി ദൈവത്തിന്റെ കൃപയെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ ദൈവത്തിന്റെ കൃപയെ കുറിച്ച് അധികമായി ചിന്തിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ചെയ്യണമെന്ന് തോന്നി. ദൈവത്തിന്റെ കൃപ വന്നാൽ അത് നടക്കും, ഇത് നടക്കും എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യം നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ കൃപ ഒരു മനുഷ്യന്റെ മേൽ വന്നാൽ അവന്റെ സീസൺ ദൈവം ചേഞ്ച് ചെയ്യും. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഇത് മഴയുടെ ഒരു സീസൺ അല്ല, പക്ഷെ എന്താണോ ഇത് നല്ല വെയിൽ കിട്ടേണ്ട ഒരു സമയമായിട്ട് പോലും, ഒരു മാസമായിട്ട് പോലും, ഒരു സീസൺ ആയിട്ട് പോലും ഭയങ്കര മഴയാണ്. ചിലപ്പോ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നല്ല മഴ കിട്ടേണ്ട ഒരു സീസണാണ്, പക്ഷെ ഭയങ്കര ചൂടാ, ഭയങ്കര വേനലാ. ദൈവം ഒരു ഭൂമിയുടെ സീസണിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ സീസൺ മാറ്റാനാണ് ദൈവത്തിന് വർഷങ്ങൾ ആവശ്യമുള്ളത്. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ, എസ്തേറിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രസാദമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ് ഭയങ്കരമായി നിഴലിച്ചെന്നത്. അതുകൊണ്ടാണ് ഒരു ചെറിയ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ആദ്യം തനിക്കൊരു ഷിഫ്റ്റ് നടന്നു. ചെറിയൊരു കുടിലിൽ നിന്ന്, മൊർദെഖായി എന്ന തന്റെ വളർത്തച്ഛന്റെ കീഴിൽ നിന്ന് കൊട്ടാരത്തിലേക്കുള്ളൊരു ഭയങ്കര ഷിഫ്റ്റ് എസ്തേറിന്റെ ജീവിതത്തിൽ നടന്നതാണ്. ദൈവത്തിന്റെ ആദ്യത്തെ കൃപ, അല്ലെങ്കിൽ ആദ്യത്തെ ദൈവപ്രസാദം എസ്തേറിന്റെ ലൈഫിൽ വെളിപ്പെടുന്നത്. രണ്ടാമത്തെ കൃപ, അതിശക്തമാകുന്ന ഒരു കൃപ വെളിപ്പെട്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, എസ്തേർ ഇരിക്കുന്ന ആ തട്ടിൽ നിന്ന്, പദവിയിൽ നിന്ന്, ആ പൊസിഷനിൽ നിന്ന് തന്നെയും തന്റെ വംശത്തെയും യഹൂദാ ജനത്തെ മുഴുവനും തകർത്ത് നിർമൂലമാക്കിക്കളെ, പേര് തന്നെ മായ്ച്ചു കളയാൻ വേണ്ടി ഹാമാൻ എഴുതി ഉണ്ടാക്കിയ ദുരാലോചനയുടെ രേഖകൾ മായ്ച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ കൃപ രണ്ടാമത് എസ്തേറിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എസ്തേറിന്റെ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ദൈവാത്മാവിൽ ആരോടോ പറയുകയാണ്, ഈ പ്രാരംഭ സമയം നിങ്ങൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് നിങ്ങളെ താഴെ ഇറക്കാൻ, നിങ്ങൾ ഇരിക്കുന്ന പദവിയിൽ നിന്ന് നിങ്ങളെ താഴെ ഇറക്കാൻ, നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങളിൽ നിന്നും, നന്മയിൽ നിന്നും, ഉയർച്ചയിൽ നിന്നും, സ്നേഹത്തിൽ നിന്നും, ബന്ധങ്ങളിൽ നിന്നും, ശുശ്രൂഷയിൽ നിന്നും, ആത്മീയ ജീവിതത്തിൽ നിന്നും നിങ്ങളെ താഴെ ഇറക്കി ഒന്നുമല്ലാത്തതാക്കാൻ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തന്നെ മുടിച്ചു കളയാൻ, നിങ്ങളുടെ പേര് ഉയർത്തിയവരെ കൊണ്ട് തന്നെ, നിങ്ങളെ കൊണ്ട് നല്ലത് പറയിച്ചവരെ കൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് മോശം പറയിക്കാൻ ചില ഹാമാൻ എഴുതിയ രേഖകൾ എന്റെ ദൈവത്തിന്റെ ബലമുള്ള ഭുജം ഇറങ്ങി മായ്ച്ചു കളയാൻ പോവുകയാണ്.
ദൈവത്തിന്റെ കൃപ ഒരു മനുഷ്യന്റെ മേൽ വെളിപ്പെട്ടാൽ, ദൈവപ്രസാദം ഒരു മനുഷ്യന്റെ മേൽ വെളിപ്പെട്ടാൽ, സീസൺ ദൈവം ഡിസൈഡ് ചെയ്യും. ഒന്ന് ടൈപ്പ് ചെയ്താൽ, എന്റെ സീസൺ ഡിസൈഡ് ചെയ്യുന്നത് മനുഷ്യനല്ല, എന്റെ സീസൺ ഫിക്സ് ചെയ്യുന്നത് ദൈവമാണ്. ഓ ഹല്ലേലൂയ. ഒന്ന് വിശ്വാസമുള്ളവർ ഒന്ന് ടൈപ്പ് ചെയ്താട്ടെ, എന്റെ സീസൺ ഡിസൈഡ് ചെയ്യുന്നത് മനുഷ്യനല്ല, എന്റെ സീസൺ ഡിസൈഡ് ചെയ്യുന്നത് ദൈവമാണ്. എന്റെ സീസൺ ഡിസൈഡ് ചെയ്യുന്നത് മനുഷ്യനല്ല, എന്റെ സീസൺ ഫിക്സ് ചെയ്യുന്നത് ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ യോശുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. യോശുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ അനുഗ്രഹീതമായ തിരുവെഴുത്തിലേക്ക് ഒന്ന് വന്നാൽ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ വചനമൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഈ മെസ്സേജ് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. യഹോവയെ സേവിക്കുന്നത് നല്ലത്. യോശുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. യഹോവയെ സേവിക്കുന്നത് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കര വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോരിയരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്നിന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവത്തിന്റെ കൃപ ഒരു മനുഷ്യൻ ഫീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അതിനകത്ത് വസിക്കാൻ, dwell in the presence of God, ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിനകത്ത്, ശക്തിക്കകത്ത്, സ്നേഹത്തിനകത്ത്, അനുഭവത്തിനകത്ത് നമുക്ക് വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാം മറ്റ് ശക്തികളുടെ മുമ്പിൽ ശക്തരായിത്തീരും. ശ്രദ്ധിച്ചു കേൾക്കണം, മറ്റ് ശക്തികളുടെ മുമ്പിൽ നമ്മൾ ശക്തരായിത്തീരും. ഇന്ന് ചില ശക്തികളുടെ മുമ്പിൽ മുട്ടുമടക്കിയതുപോലെ നിൽക്കുന്നവർ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. ചില പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഭയത്തിന്റെയും ഭീഷണിയുടെയും വ്യക്തികളുടെയും കൂട്ടരുടെയും നടുവിൽ ഭയപ്പെട്ട് നിൽക്കുന്നവർ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. പക്ഷെ യോശുവയുടെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, നന്നല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ അമോര്യരുടെ ദേവന്മാരെയോ നിങ്ങൾ ആരെ വേണമെങ്കിലും നിങ്ങൾ സേവിച്ചോ, പക്ഷെ ഞാനും എന്റെ കുടുംബവും. ഇതൊന്ന് ശ്രദ്ധിച്ചാട്ടെ. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടുന്നതും ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തിക്കുന്നതും എന്തിനാന്ന് ചോദിച്ചാൽ, നിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, നിങ്ങളുടെ കുടുംബത്തെ കൂടെ സേവ് ചെയ്യാനാണ്. ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ അനുഭവിക്കുന്ന കൃപ എന്റെ കുടുംബത്തിന്റെ മേലും വ്യാപരിക്കും. ഞാൻ അനുഭവിക്കുന്ന കൃപ, എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവകൃപ എന്റെ കുടുംബത്തിന് മേലും വ്യാപരിക്കും. യോശുവയുടെ കൃപ നിങ്ങൾക്ക് പോയി തൊട്ട് തടവി നോക്കിയാൽ ഒന്നും കാണാനൊക്കത്തില്ല. പക്ഷെ ആ മനുഷ്യന്റെ അകത്ത് നിന്നാണ് ആ കൃപ പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം പറയാണ്, പക്ഷെ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാൻ ഇങ്ങനൊരു ആലോചന അതിനകത്ത് നിന്ന് എടുക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമായി ശത്രുവിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ കഴിയണമെങ്കിൽ, ഒന്ന്, എനിക്കൊരു ദോഷവും വരുത്തത്തില്ല എന്നും ഞാൻ എന്റെ കുടുംബം എന്റെ ദൈവത്തെ സേവിക്കുമെന്നും നിങ്ങൾക്ക് വാസ്തവമായ ഒരു സ്പിരിച്വൽ എനർജിയോടെ നിങ്ങൾക്ക് പറയാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ആക്റ്റീവ് ആയിരിക്കണം. നമ്മൾ അനുഭവിക്കാൻ കഴിയും ആ ദൈവത്തിന്റെ കൃപ, പ്രൊട്ടക്ഷൻ, കവറിങ്, ഫേവർ, പ്രൊവിഷൻ, ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. നമുക്കതൊക്കെ റിയൽ ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും, നമുക്കത് റിയൽ ആണെന്ന് ഫീൽ ചെയ്യും. ഈ ഒരൊറ്റ ഉറപ്പിലെ യോശുവ പറയുന്നത്, നിങ്ങൾ ആരെ സേവിച്ചോ ഞങ്ങൾ ദൈവത്തെ സേവിക്കും. ഇന്ന് ദൈവത്തെ അറിഞ്ഞിറങ്ങിയ ചില കുടുംബങ്ങൾ ഇന്ന് ശത്രുവിന്റെ മുമ്പിൽ ഉത്തരം മുട്ടുമടക്കി പകച്ചു നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിന്റെ സീസൺ മാറ്റുകയാണ്. ഈ സന്ദേശം നിങ്ങളുടെ ലൈഫിന്റെ ഗതി തിരിച്ചുവിടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹെവൻലി ഇന്റർവെൻഷനായി ഈ സന്ദേശം മാറുകയാണ്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും നശിച്ചു പോകത്തില്ല.
ആമേൻ പറ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും നശിച്ചു പോകത്തില്ല. നിങ്ങളുടെ തലമുറകൾക്ക് ഇന്ന് ജോലിയില്ലാതെ നിൽക്കുകയായിരിക്കാം. നിങ്ങളുടെ തലമുറ ഇന്ന് കുടുംബ പ്രശ്നം അനുഭവിക്കുകയായിരിക്കാം. നിങ്ങളുടെ മക്കൾ ഇന്നൊരു ഡിവോഴ്സിന്റെ വക്കിൽ എന്ന വണ്ണം നിൽക്കുകയായിരിക്കാം. നിങ്ങളുടെ മക്കളുടെ ഭാവിയിൽ ഒരു മുന്നേറ്റം കാണുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ കാണാതെ നിൽക്കുന്ന ഒരു കുടുംബമാണ് നിങ്ങളെങ്കിൽ, ദൈവാത്മാവിൽ നിങ്ങളുടെ ആത്മനിയോഗത്തോടെ ചിലരിലേക്ക് ഞാൻ ഈ ദൂത് റിലീസ് ചെയ്യുകയാണ്. നിങ്ങളുടെ സീസൺ ചേഞ്ച് ചെയ്യുന്ന ഒരു ദൈവകൃപ വ്യാപരിക്കാൻ പോകുന്നു. നിങ്ങളുടെ ലൈഫ് മാറുന്ന ഒരു ദൈവകൃപ വ്യാപരിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഹോളി സ്പിരിറ്റ് ചില കാര്യങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ ഇറങ്ങി വരുന്ന ഒരു ദിവസങ്ങൾ വിദൂരമല്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമാണ് ഞാൻ പറയുന്നത്? 84-ാമത്തെ സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? 84-ാമത്തെ സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യഹോവ കൃപയും മഹത്വവും നൽകുന്നു. ആരാ അപ്പൊ നമുക്ക് കൃപ നൽകുന്നത്? ദൈവമാ കൃപ നൽകുന്നത്. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വന്നാൽ മഹത്വം നമ്മുടെ മേൽ ചലിക്കും. സങ്കീർത്തന പുസ്തകം 84:11 എടുത്താട്ടെ. 84-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ പറയുന്ന നോക്കിക്കേ, യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ അതിനകത്തുനിന്ന് എടുത്തോട്ടെ, നിങ്ങൾ നടക്കേണ്ട വഴി എന്താണ് എന്ന് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ മേൽ ഒരു ദൈവത്തിന്റെ കൃപ വെളിപ്പെടണം. ദൈവത്തിന്റെ കൃപ വെളിപ്പെടുന്ന ഒരു മനുഷ്യൻ മഹത്വത്തിൽ നടക്കണം. ദൈവത്തിന്റെ കൃപ ഒരു വ്യക്തിയുടെ മേൽ വെളിപ്പെടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ കൃപ എന്ന് പറയുമ്പോൾ നമ്മൾ വീഴാതെയും തട്ടാതെയും മുറിയാതെയും നടക്കുമെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നല്ല. കൃപ എന്ന് പറഞ്ഞാൽ അത് പ്രസംഗങ്ങൾക്കകത്ത് ഒതുങ്ങുന്ന ഒന്നല്ല. അപ്പൊ കൃപ വെളിപ്പെട്ടാൽ നമുക്ക് ഗൈഡ് ലൈൻസ് ലഭിക്കും. എനിക്ക് ഈ മെസ്സേജ് പ്രൊഫറ്റിക് മെസ്സേജ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാനൊരു പ്രൊഫറ്റിക് മെസ്സേജിനല്ല ഈ വീഡിയോ ഞാൻ എടുക്കാൻ ഇരുന്നത്. പക്ഷെ ഈ മെസ്സേജ് ഒരു പ്രൊഫറ്റിക് മെസ്സേജ്. ഇത് ആർക്കൊക്കെയോ വേണ്ടി ഹോളി സ്പിരിറ്റ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഈ കൃപ വെളിപ്പെട്ടാൽ ഗൈഡ് ലൈൻസ് അകത്തുനിന്ന് വരും. നമുക്ക് ആരോ പറഞ്ഞു തരുന്ന പോലെ നമുക്ക് തോന്നും. ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, ചില കാര്യങ്ങളിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് ഈ നാളുകളിൽ ദൈവം സ്വപ്നങ്ങൾ കാണിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തെ നിങ്ങൾ ചെയ്യുന്നതായി ദൈവം സ്വപ്നം കാണിക്കും. ഞാൻ ഇതിനു മുന്നേ ഒരു മെസ്സേജ് എടുത്തപ്പോഴും ഇതേ ഒരു വാക്ക് ആവർത്തിച്ചു. ഞാൻ അന്ന് ഇതുപോലെ പ്രവചിച്ച് പറഞ്ഞു, നിങ്ങൾ ഇന്ന് മുതൽ സ്വപ്നങ്ങൾ കാണും എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അത് നമ്മളൊരു സ്പിരിറ്റ് ആക്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെസ്സേജ് എടുത്ത സമയത്താണ് പറഞ്ഞത്. അടുത്ത ദിവസം 2 പേർ എനിക്ക് മെസ്സേജ് ഇട്ടു, പാസ്റ്റർ, എനിക്ക് ദീർഘവർഷങ്ങളായി അടഞ്ഞു കിടന്ന എന്റെ ഡ്രീംസ് എനിക്ക് ഓപ്പൺ ആയി കിട്ടി. ഞാൻ ദർശനം കണ്ടുകൊണ്ടിരുന്നവനാ. നടക്കാൻ പോകുമ്പോൾ ചില കാര്യങ്ങൾ നടക്കുന്നതിന് മുന്നേ ഞാൻ ദർശനങ്ങൾ കണ്ടിരുന്നു. ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുന്നേ ദൈവം എന്നെ അറിയിക്കുമായിരുന്നു. ഞാനിത് പലരോടും പറഞ്ഞ് അവരുടെ അപകടങ്ങൾ മാറ്റി. ചിലർ അനുസരിക്കാതെ വന്നപ്പോൾ അവർക്ക് അനർത്ഥങ്ങൾ സംഭവിച്ചു. എന്റെ ദർശനം എനിക്ക് വീണ്ടും ഓപ്പണായി. കഴിഞ്ഞ ദിവസം പാസ്റ്റർ ദൈവാത്മാവിൽ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചു. നോക്കൂ, ദൈവം സ്വപ്നങ്ങളിലൂടെ സംസാരിക്കും. കൃപ വർദ്ധിച്ചാൽ, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപ ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കും. ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കുന്നതിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ദൈവത്തിന്റെ കൃപ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഡിവൈൻ ഫോഴ്സ് തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കും. ഞാൻ അതാ പറഞ്ഞു, എനിക്ക് പ്രസംഗത്തിനകത്ത് ഒതുക്കാനൊക്കാത്ത ഒന്നാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കൃപ ഒരു വ്യക്തിയിൽ ആക്റ്റീവ് ആയാൽ ഡിവൈൻ ഫോഴ്സ് നമ്മുടെ കൂടെ നിൽക്കും. ഏഞ്ചൽസ് നമ്മുടെ കൂടെ നിൽക്കും. ഡിവൈൻ ഫോഴ്സ് നമ്മുടെ കൂടെ നിൽക്കും. നമ്മളൊക്കെ കാഴ്ചയിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. നിങ്ങൾ ഏലീശായുടെ കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല. ഗേഹസി ഡിവൈൻ ഫോഴ്സ് കണ്ട് ഞെട്ടിപ്പോയി. അടുത്തൊരു ദൂത് പറയാം. ഗേഹസിയുടെ മുമ്പിൽ ഏലീശായുടെ പ്രിവിലേജ് വർദ്ധിക്കുകയാണ് ചെയ്തത്. ആ ഒരു ദർശനം കണ്ടപ്പോൾ, ആ ഒരു യാഥാർത്ഥ്യം കണ്ടപ്പോൾ ഞാൻ ആത്മാവിന്റെ ഒരു ദൂതായിട്ട് പറയാം. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ചിലരുടെ മുമ്പിലുള്ള നിങ്ങളുടെ പേര് മാറും. ചിലരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ബഹുമാനത്തിന്റെ തോത് വർദ്ധിക്കും. ചിലർക്ക് നിങ്ങളോടുള്ള ഈ ഭാവം ഉണ്ടല്ലോ, ഭാവം, അത് യേശുവിന്റെ നാമത്തിൽ മാറും. ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടാൽ
ഓ ഹല്ലേലൂയ. ഇത് 7 കാര്യങ്ങളൊന്നും അല്ല എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, 70,000 കാര്യങ്ങൾക്കപ്പുറമുണ്ട്. ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടാൽ ഹല്ലേലൂയ ഒരു നന്മയും മുടക്കുകയില്ല. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഏത് വഴിയെ നടക്കണം, എങ്ങനെ നടക്കണം, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, ഇതെല്ലാം നമുക്ക് ഹോളി സ്പിരിറ്റ് റിവീൽ ചെയ്തു തരും. ഞാൻ ദൈവാത്മാവിൽ പറയുകയാണ്. ഈ 84-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ കൃപയും മഹത്വവും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. കൃപ വെളിപ്പെട്ടാൽ നീ ഗ്ലോറിയിലായിരിക്കും, നീ മഹത്വപ്പെടും, നീ ഗ്ലോറിയിലാണ് നടക്കുന്നതെങ്കിൽ ഡിവൈൻ ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് ലഭിക്കും. കൃപയുള്ളവനോടുകൂടെ ഡിവൈൻ ഫോഴ്സ് ഉണ്ട്. ഡിവൈൻ ഫോഴ്സ് ഉള്ളവൻ യേശുവിന്റെ നാമത്തിൽ അവന്റെ ലൈഫിൽ വെളിപ്പെടാനുള്ള ഒരു നന്മയെയും അവന്റെ ജീവിതത്തിൽ മുടക്കാൻ ആർക്കും കഴിയത്തില്ല. അത് ദൃശ്യമണ്ഡലത്തിൽ ജീവിക്കുന്ന മനുഷ്യനും കഴിയത്തില്ല, അദൃശ്യ മണ്ഡലത്തിലുള്ള ദുഷ്ടാത്മാക്കൾക്കും കഴിയത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങി നിൽക്കുന്ന നന്മകൾ യേശുവിന്റെ നാമത്തിൽ മടപൊട്ടി വെള്ളം വരുന്നത് പോലെ നിങ്ങളിലേക്ക് ഒഴുകാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ടൈപ്പ് ചെയ്തിടുക, യേശുവിന്റെ നാമത്തിൽ ആമേൻ പറയുക. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങി നിൽക്കുന്ന നന്മ അത് മടപൊട്ടി വെള്ളം ഒഴുകുന്നത് പോലെ നിങ്ങളിലേക്ക് ഒഴുകാൻ പോവുകയാണ്. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് 4 ദിക്കിലും തടസ്സമായി നിൽക്കുന്ന അണകെട്ടി വെച്ചിരിക്കുന്ന ഡിവൈൻ ബ്ലെസ്സിങ്സ്, പ്രൊവിഷൻസ് ഇന്ന് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയൊക്കെയോ മേൽ ആ വിഷയത്തിൽ ഒരു ബ്രേക്ക് ത്രൂ നടക്കുകയാണ്. മണ്ഡലം തുറക്കുകയാണ്. ഒരു ഹെവൻലി ആക്ടിവേഷൻ ഇതിനകത്ത് നടക്കുകയാണ്. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ ചലിച്ചു തുടങ്ങുകയാണ്. കൃപയുടെ ശക്തി നീ അക്ഷരീകമായി തിരിച്ചറിയാൻ പോകുകയാണ്. കൃപയുടെ മഹത്വം നിങ്ങൾ ആത്മാവിൽ തിരിച്ചറിയാൻ പോവുകയാണ്. എവിടെയൊക്കെ പ്രാർത്ഥനയുടെ മറുപടികൾ ചലിച്ചു തുടങ്ങാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ പറയും. വലിയ ദൈവ പ്രവൃത്തികൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തികൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ബന്ധങ്ങളിലൂടെ നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്തത്, നിങ്ങളുടെ ബുദ്ധിയിലൂടെ നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്തത്, നിങ്ങൾ പല രീതികളിൽ നിങ്ങൾ ഡിസൈഡ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് നടക്കാത്തത്, യേശുവിന്റെ നാമത്തിൽ കൃപയോടുകൂടെ നീ ചുവട് വെക്കുമ്പോൾ അത് സംഭവിക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കൃപയോടുകൂടെ നീ ചുവട് വെക്കുമ്പോൾ, ഞാനും എന്റെ കുടുംബവുമോ എന്ന് യോശുവ പറഞ്ഞതുപോലെ കൃപയോടെ ചുവട് വെക്കുമ്പോൾ സംഭവിച്ചിരിക്കും. ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ ഈ മെസ്സേജിന് ടെസ്റ്റിമണി പറയുന്നവരുടെ എണ്ണം ഭയങ്കരമായിട്ട് വർദ്ധിക്കും. നിങ്ങൾ വിശ്വസിക്കൂ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു ഇനിഷ്യേറ്റീവ് എടുക്കും. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുമ്പോൾ താഴെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാണും, ഒന്ന് ഹൈപ്പ് ചെയ്താട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നവർക്ക് ഒരു 5 പേർക്കെങ്കിലും നിങ്ങൾ ഈ വീഡിയോ സെൻഡ് ചെയ്യും. നിങ്ങളുടെ പ്രവൃത്തിയെ ദൈവം മാനിക്കും. 5 പേർക്കെങ്കിലും നിങ്ങൾ സെൻഡ് ചെയ്തിട്ട് പറ, എന്റെ ജീവിതത്തിൽ ഈ അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. നോക്കൂ, നിങ്ങളിലൂടെ പരിശുദ്ധാത്മ എന്നിലൂടെ നിങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ ദൈവപ്രവൃത്തി കൈമാറാൻ സ്വർഗം ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആ ദൈവവേലയ്ക്ക് ഇപ്പോൾ നിങ്ങൾ കൈകൊടുത്താട്ടെ, ഷെയർ ചെയ്താട്ടെ, ഈ വീഡിയോ ഷെയർ ചെയ്താട്ടെ. ദിവസവും ഇതുപോലുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെ ആകട്ടെ, കാണുന്ന പ്രയർ ലൈൻ നമ്പറിൽ നിങ്ങൾ സെൻഡ് ചെയ്യുക. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നിങ്ങളിലൂടെ സ്വർഗം വലിയൊരു ഉണർവ് നിങ്ങളുടെ പട്ടണത്തിലായിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഗോഡ് ബി വിത്ത് യു.